ഉദ്ദേശിക്കുന്നത് ഒരു അത്ഭുതകരമായ വരിയെ കുറിച്ചാണ്. ജീവിതമാണ് ലഹരി. സന്തോഷത്തോടുള്ള അമിതമായ ആഗ്രഹം, സ്വപ്നങ്ങളോടുള്ള ആസക്തി, അനുഭവങ്ങൾ, വേദനകൾ. ജീവിതം നമ്മെ ചിരിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു. പ്രത്യക്ഷമായ ഓരോ പുതിയ രാവും നമ്മിൽ പുതിയൊരു ആവേശം വിതർന്നു. അതാണ് നമ്മെ മുന്നോട്ട് നടത്തുന്നത്. അതാണ് നമ്മെ ശക്തരാക്കുന്നത്. ജീവിതത്തിന്റെ ഈ ലഹരി എന്താണ്? ഓരോ പുതിയ സാധ്യതകളെ ആത്മവിശ്വാസത്തോടെ നേരിടൂ. തടസ്സങ്ങളെ മറികടക്കൂ. സ്വപ്നങ്ങളെ ഉറച്ചു പിടിക്കൂ. ഓരോ ദിവസവും പുതിയതായി തുടങ്ങൂ. നമ്മൾ പലർക്കും മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരാം: ജീവിതം ഇത്രയും കഠിനമാണ്, ഇതെങ്ങനെ ലഹരിയാകുന്നത്? ഓരോ വേദനയ്ക്കും പിന്നിൽ ഒരു പാഠമുണ്ട്. ഓരോ നഷ്ടത്തിനും പിന്നിൽ ഒരു ഭാവി സാധ്യതയുണ്ട്. ഓരോ ശ്രമത്തിനും പിന്നിൽ ഒരു വിജയം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ജീവിതം ഒരുപാട് നിറങ്ങളും അനുഭവങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞൊരു മയക്കുമരുന്ന് പോലെയാണ്. സദസ്യരെ, ജീവിതം നമ്മെ പരീക്ഷിച്ചാലും ചിലപ്പോൾ വഴി മാറ്റിയാലും ചിലപ്പോൾ ഞെരുക്കിയാലും ഒരു കാര്യം മറക്കരുത്: ഓരോ അവസരവും വിനിയോഗിച്ച് പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കൂ. നമ്മുടെ ശരീരത്തിന് സമൂഹത്തിന് ഹാനികരമായ ലഹരിക്കെതിരെ ശിരസ്സുയർത്തി പറയുക: ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക: ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ഒരു രാഷ്ട്രത്തെ അതുയർത്തിപ്പിടിക്കുന്ന സ്വപ്നങ്ങളെ മയക്കിക്കിടത്താനുള്ള എളുപ്പവഴി അവിടുത്തെ യുവാക്കളെ ലഹരിക്കടിമപ്പെടുത്തുകയെന്ന ഓപ്യം വാർ എന്നറിയപ്പെടുന്ന കറുപ്പ് യുദ്ധം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 50% വാഹന അപകടങ്ങളുടെയും 60% കുടുംബ പ്രശ്നങ്ങളുടെയും മൂല കാരണം ലഹരി ഉപയോഗമാണ്. ഭൂരിഭാഗം പേരും കൗമാര കാലഘട്ടത്തിലോ യൗവനാരംഭത്തിലോ ആണ് ലഹരിയുടെ നരകവാതിൽ തുറക്കുന്നത്. പ്രലോഭനങ്ങളിലൂടെയോ കൗതുകത്തിനു വേണ്ടിയോ അംഗീകാരത്തിനു വേണ്ടിയോ അവഗണന മൂലമോ ജീവിത നൈരാശ്യം മൂലമോ അതിമാനുഷിക സങ്കല്പങ്ങളുടെ പൂർണ്ണത ലഹരിയിലാണെന്നുള്ള തെറ്റിദ്ധാരണ മൂലമോ ആണ് ലഹരിയിലോട്ട് വഴുതി വീഴുന്നത്. ഇതിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള കരുതലും മുൻകരുതലും ബോധവൽക്കരണവും നമ്മുടെ സമൂഹത്തിന്റെയും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമുക്കെഴുതാൻ പൂഴി വിരിപ്പൂ ഭാരതപ്പുഴ, നമുക്ക് കാണാൻ മാനം നിർത്തുന്നു വർണ്ണ പുസ്തകം എന്ന ആറ്റൂർ കവിത പോലെ നമുക്കും ഈ പ്രപഞ്ചത്തിനെ തന്നെ വായിക്കാൻ കഴിയണം. ആധുനിക ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ച ഗലീലിയോ ഗലീലി ശാസ്ത്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവനാണ്. സത്യത്തിന്റെ അഹിംസയുടെ ലഹരി മോന്തി ലോകത്തിന് വെളിച്ചം